ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിമത വൈദികരുടെ പേടിച്ചോട്ടം. ഇന്നലെ സഭയ്ക്കാകെ മനപ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നത്. ഈ ഏകം ഫ്രട്ടേണിറ്റി ട്രസ്റ്റ് സഭയെ മൊത്തത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത മൊത്തത്തിൽ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള വിമതരുടെ ബ്രഹ്മാസ്ത്രം, അതിന് കുടപിടിച്ചുകൊണ്ട് അവരെ താളത്തിന് തുള്ളിക്കൊണ്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ സഭയുടെ ഏകീകൃത കുർബാന നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട മെത്രാൻ എല്ലാ തരത്തിലും സങ്കടം ഉളവാക്കുന്ന തരത്തിൽ പെരുമാറുക. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഈ സങ്കടകരമായ സംഗതികൾ നടക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് വളരെ പ്രസാദാത്മകമായി സംഭവിച്ചു. നവവൈദികരെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനത്തോടെ 60ഓളം വൈദികരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100-ൽ താഴെ വൈദികർ എറണാകുളം അരമനയിലും ബസിലിക്കയിലൊക്കെ വന്നുകൂടി. അതും സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ സഭാനുകൂലികൾ എന്ന് വിളിക്കുന്ന സത്യവിശ്വാസികൾ അവർ ഗ്രൂപ്പ് ഭേദമന്യേ 4 മണിയോടെ വിമത വൈദികരെ, ലോഹധാരികളെ, പുരോഹിത വേഷധാരികളെ നേരിടാൻ കൂട്ടമായി വരുമെന്ന് സന്ദേശം പോയി. അവർ പറഞ്ഞു പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് സഭയുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതിനുവേണ്ടി വരും എന്ന് അറിഞ്ഞതോടെ ഇവർ 4-4:30 ആയപ്പോഴേക്കും വിമത വൈദികരെല്ലാവരും പിരിഞ്ഞു പോയി. ചില ഗ്രൂപ്പുകളിൽ പത്തലും വടിയുമായി പോകണമെന്നും വിമത വൈദികരെ ഒരു കാരണവുമില്ലാതെ അടിച്ചോടിക്കണമെന്നും സന്ദേശം പോയി. അതും കേട്ട് പേടിച്ചരണ്ട വിമത വൈദികർ അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് കരുതിയിട്ടാണ് പിരിഞ്ഞു പോയത്. ഇനി അതല്ല, അങ്ങനെയല്ലെന്ന് ചിലപ്പോൾ വാദിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഒരു പാക്കേജായിട്ട് കണ്ണൂരുകാരൻ ഞങ്ങൾക്കൊരു പാക്കേജായിട്ട് പല സംഗതികളും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും നമ്മളിവിടെ തമ്പടിക്കേണ്ട കാര്യമില്ലെന്നും ഈ സഭാനുകൂലികളൊന്നും ഇനി പത്തി പൊക്കില്ല, അവരൊക്കെ ഞാൻ ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടെന്നും കണ്ണൂരുകാരൻ വാക്ക് കൊടുത്തതിൻ്റെ പേരിലാണോ ഇവർ പിരിഞ്ഞു പോയതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ 2 പക്ഷമുണ്ട്. ഏതായാലും ഈ കണ്ണൂരുകാരൻ കൊടുത്ത പാക്കേജിൻ്റെ പുറത്ത് പിരിഞ്ഞു പോയതാണോ, അതോ സഭാനുകൂലമായി സത്യവിശ്വാസികൾ പത്തലും വടിയുമായി വരുമെന്ന് പേടിച്ചിട്ട് പോയതാണോ, ഏതായാലും വിമത വൈദികർ കളം വിട്ടു. ഇത് സഭാ നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പാണ്. രണ്ടായാലും നിങ്ങൾക്ക് സഭയെ സംരക്ഷിക്കാൻ കെൽപ്പില്ലെങ്കിൽ സത്യവിശ്വാസികൾ ഇറങ്ങിത്തിരിക്കും. ഇപ്പോൾ അവർ പല ഗ്രൂപ്പുകളിലാണ്, പക്ഷേ മൊത്തത്തിലൊരു പ്രശ്നം വന്നാൽ, സഭയുടെ കാര്യം വരുമ്പോൾ അവർ ഒന്നിച്ച് വന്നിരിക്കും എന്ന ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. പിന്നെ വേറെ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. 2 വിമത വൈദികരുടെ പേരിലുള്ള ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത കുറേ വൈദികർ വിമത പക്ഷം വിട്ട് സഭാപക്ഷത്തേക്ക് വരാനുള്ള മനസ്സ് അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റാണ്. 3ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കണ്ണൂരുകാരൻ ഒരു പാക്കേജായിട്ട് അവർക്ക് വാക്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മെത്രാൻ സിനഡും പെർമനന്റ് സിനഡൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.